بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد സൂറത്തു സബ 41 മുതൽ 43 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പുതിയ പാഠമായി ഇന്ന് പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാരായണ നിയമങ്ങളും മര്യാദകളും സൂചിപ്പിക്കുകയാണ്. ഖാലു സുബ്ഹാനക്. ഖാലു ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ചുകൊണ്ട് പെരുപ്പിച്ച് ഓതേണ്ടതാണ് സ്വരഭാരത്തോടുകൂടി. ഖാലു സുബ്ഹാനക. സൂബ് ബാഇൻ്റെ സുക്കൂനിനെ ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ഖൽഖല സൂറ. അൻത ഇതിലെ സുക്കൂൻ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഇഖ്ഫ ഹഖീഖി നൽകി ഉച്ചരിക്കുക. അൻത വലിയുനാ മിൻ ദൂനിഹിം. ഇവിടെയും മിൻ ദൂനിഹിം സാക്കിന നൂനിനെ അവ്യക്തമാക്കി മണിച്ച് ഇഖ്ഫ ഹഖീഖി നൽകി ഉച്ചരിക്കേണ്ടതാണ്. ചേർത്തോതുകയാണെങ്കിൽ പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിന മീമിനെ ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കണം. മിൻ ദൂനിഹിം ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന്. അവിടെ അന്ത്യത്തിൽ ഷദ്ദുള്ള നൂനിൽ ഗുന്നത്ത് നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുക. അൽ ജിൻ എന്നാൽ തെറ്റായി പലരും അൽ ജിന്ന് എന്ന് പറയും. ശബ്ദം ചലിച്ചു പോകും, അത് സൂക്ഷിക്കേണ്ടതാണ്. ചേർത്തോതുകയാണെങ്കിൽ അൽ ജിന്ന അക്സറുഹും എന്ന് ചേർത്തോതുക. നൂൻ മുശദ്ദദ മണിക്കണം. അക്സറുഹും കാഫ് ഷദീദും മഹ്മൂസുമായ അക്ഷരമാണ്, ശ്രദ്ധിച്ച് ഓതുക. അക്സറുഹും എന്ന് ശബ്ദം ചലിപ്പിക്കുകയോ അക്തറുഹും എന്ന് കാഫ് അല്പം പോലും ശബ്ദിക്കാതെ കേൾക്കാതെ ഓതുകയോ അല്ല. അക്സറുഹും എന്ന് വ്യക്തമാക്കി ഓതുക. റാഇന് തഫ്ഖീം കൊടുക്കുക, റാ തടിപ്പിച്ച് ഉച്ചരിക്കുക. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ. അവിടെയും സാക്കിന മീം ബായിന് മുമ്പിൽ വരുന്നു. ഇഖ്ഫ ഷഫവി നൽകി മറച്ച് മണിച്ച് ഓതേണ്ടതാണ്. ബിഹിം എന്നതിലെ സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിഥ്ലൈൻ സഗീർ എന്നൊക്കെ പേര് നൽകാവുന്ന ലയിപ്പിക്കൽ. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ. فاليوم لا يملك ഈ പദത്തിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. لا يملك بعضكم بعضكم ضاد അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് ശ്രദ്ധിച്ചോതുക, ഉച്ചരിക്കുക. സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ബഅ്ദുകും ലിബഅ്ദിൻ നഫ്അ. ഇവിടെ ലിബഅ്ദിൻ എന്ന തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള നൂനിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. അതേപോലെ നഫ്അൻ വലാ ദർറൻ വനഖൂൽ. ഇവിടെയൊക്കെയും തൻവീനുകളെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ശേഷമുള്ള വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. അപ്പോൾ ലിബഅ്ദിൻ നഫ്അൻ വലാ ദർറൻ വനഖൂൽ. അതിൽ ദർറൻ എന്നതിലെ ദ്വാദ് റാ ഈ രണ്ടക്ഷരങ്ങൾക്കും പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ചോതേണ്ടതാണ്.
റാ ഷദ്ദുള്ളതാണ്, അതിൽ തക്രീർ കൂടുതൽ വരാതെ സൂക്ഷിക്കണം. ദർ എന്നിങ്ങനെ റായിനൊരു വിറപ്പിച്ച് ഉള്ള ശബ്ദം വരരുത്, സൂക്ഷിക്കേണ്ടതാണ്. വനഖൂലു ലില്ലദീന ളലമൂ, നഖൂലു ഖാഫിന് തഫ്ഖീം, അതുപോലെ ളലമു ളാഇന് തഫ്ഖീം, ഇവയെല്ലാം പെരുപ്പിച്ച് ശബ്ദഭാരത്തോടുകൂടി ഉച്ചരിക്കണം. വനഖൂലു ലില്ലദീന ളലമൂ ദൂഖൂ, ഇതിലും ഖാഫിനും തഫ്ഖീം. ഈ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളല്ലാത്ത മറ്റക്ഷരങ്ങൾക്കെല്ലാം തർക്കീഖാണ്, ശ്രദ്ധിച്ചോതുക. ദൂഖൂ അദാബൻ നാരില്ലതി, അദാബൻ നാർ ഷദ്ദുള്ള നൂനിനെ മണിക്കണം, നൂൻ മുഷദ്ദദ. അദാബൻ നാരില്ലതി കുൻതും ബിഹാ, കുൻതും സാക്കിന നൂൻ ഇഖ്ഫാ ഷഫവി നൽകി മറച്ച് മണിച്ചോതേണ്ടതാണ്. അതേപോലെ സാക്കിന മീം കുൻതും ഇഖ്ഫാ ഹഖീഖിയാണ്, സാക്കിന നൂന് നൽകേണ്ടത്. എന്നാൽ കുൻതും അന്ത്യത്തിലെ സാക്കിന മീമിന് ഇഖ്ഫാ ഷഫവി നൽകേണ്ടതാണ്. അപ്പോൾ അവ്യക്തമാക്കി മണിക്കുക എന്നർത്ഥം. കുൻതും ബിഹ എന്ന് മണിച്ചുകൊണ്ട് ഓതുക. തുകദ്ദിബൂൻ, എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെതാണ്, തർക്കീഖ് ചെയ്ത് ഓതേണ്ടതാണ്. വഇദാ തുത്ല അലൈഹിം, തുത്ല തുത്ല താ മഹ്മൂസാണ്, ഷദീദാണ്, ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. തുത്ല അലൈഹിം ആയാതുന, സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ആയാതുന ബയ്യിനാതിൻ ഖാലു, ബയ്യിനാതിൻ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചോദണം. മണിക്കുമ്പോൾ ശേഷം ഖാഫാണ് വന്നിട്ടുള്ളത് എന്നതിനാൽ തൻവീനിലും തഫ്ഖീം ഉണ്ടായിരിക്കണം, തടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മണിക്കൽ. ബയ്യിനാതിൻ ഖാലു എന്ന് ഓതുക. ഖാലു മാ ഹാദാ ഇല്ലാ റജുൽ, മാ ഹാദാ ഇതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അതേപോലെ തന്നെ ഇല്ലാ ഇഫ്കുൻ, അവിടെയും മദ് മുൻഫസിൽ ജായിസ് നൽകിയ അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാവുന്നതാണ്. മാ ഹാദാ ഇല്ലാ ഇഫ്കുൻ മുഫ്തറ, ഇഫ്കുൻ ഈ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മുഫ്തറ, റായിന് പൂർണ്ണമായ തഫ്ഖീം കൊടുത്തുകൊണ്ട് താഴെ വരിയായിപ്പോയതാണ്. ഓക്കെ. ഖാലു മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു, യെസ് അഹ്സൻത്. മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു, അവിടെ ഇല്ലാ റജുലുൻ റായിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് റാ ഉച്ചരിക്കുക. റജുലുൻ എന്ന തൻവീനിനെ യായിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. ഇത് അംബിഗുന്ന. റജുലുൻ യുരീദു അൻ യസുദ്ദകും, അവിടെയും സാക്കിന നൂനിനെയും ഇത് അംബിഗുന്ന ചെയ്ത് യായിൽ ലയിപ്പിച്ച് മണിക്കുക. യസുദ്ദകും അമ്മ, യസുദ്ദ സ്വാദിന് തഫ്ഖീം കൊടുക്കണം. എന്നാൽ ആ തഫ്ഖീം ദാലിലേക്ക് വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. യസുദ്ദ, ദാല് തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. യസുദ്ദകും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. അമ്മ ഷദ്ദുള്ള മീമിനെ മണിക്കുക, മീം മുഷദ്ദദ. അമ്മ കാന യഅ്ബുദു ആബാഉകും, യഅ്ബുദു ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കേണ്ടതാണ്.
അലിഫിലെ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം നൽകിക്കൊണ്ടാണ് അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും നീട്ടേണ്ടത്. ഊക്കും വഖാലു. സക്കിന മീമിനെ ഇൽഹാർ ഷഫവി വാവിന് മുമ്പിലായതുകൊണ്ട് സൂക്ഷ്മത വേണം. ഊക്കും വഖാലു. ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് പറയുക. സൂചിപ്പിച്ചു നേരത്തെ. മഹദാ ഇല്ലാ ഇഫ്. ഈ 2 അലിഫുകളെയും മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇഫ്കും മുഫ്തറ. നേരത്തെ പറഞ്ഞു, തൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇത് അംബിഗുന്ന. മുഫ്തറ, റായിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. ചേർത്തോതുകയാണെങ്കിൽ മുഫ്തറൻ വഖാല എന്ന് തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ലയിപ്പിച്ച് മണിക്കണം. വഖാലല്ലദീന കഫറൂ. ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. കഫറൂ, കഫറൂ. കാഫ് ഫ എല്ലാം ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. തർഖീഖ് ചെയ്ത് നേർപ്പിക്കണം. റായിന് തഫ്ഖീം കൊടുക്കുക. ലിൽ ഹഖി. ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുത്താൽ മതി. ലിൽ ഹഖി. ലമ്മാ ജാഅഹും. ഷദ്ദുള്ള മീമിനെ മണിക്കണം. മീം മുഷദ്ദദ. ജാഅഹും അലിഫിന് മദ് മുത്തസിൽ വാജിബ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. സാക്കിന മീം പദത്തിൻ്റെ അന്ത്യത്തിലുണ്ട്. ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഇൻ ഹാദ. സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. ഹാദ ഇല്ല. അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. ഇൻ ഹാദ ഇല്ല സിഹ്റും മുബീൻ. സിഹ്റുൻ റായിന് തഫ്ഖീമാണ്, തടിപ്പിച്ചോദനം. തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. സിഹ്റും മുബീൻ. ഷദ്ദുള്ള മീമാണ്, പിന്നെ ഉച്ചരിക്കുക. മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قالوا سبحانك أنت ولينا من دونهم بل كانوا يعبدون الجن أكثرهم بهم مؤمنون فاليوم لا يملك بعضكم لبعض نفعا ولا ضرا ونقول للذين ظلموا ذوقوا عذاب النار التي كنتم بها تكذبون وإذا تتلى عليهم آياتنا بينات قالوا ما هذا إلا رجل يريد أن يصدكم عما كان يعبد آباؤكم وقالوا ما هذا إلا إفك مفترى وقال الذين كفروا للحق لما جاءهم إن هذا إلا سحر مبين